ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന ഒരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് ഗ്രോത്ത് ഹോർമോണാണ്. ഇത് എല്ലാ പ്ലാന്റ്സിനും വളരെ എഫക്റ്റീവാണ്. പച്ചക്കറികൾക്കും പൂക്കുന്ന ചെടികൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 150% വരെ നമുക്ക് ചെടികളുടെ പൂക്കളുടെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഹോർമോണാണ് ഇത്. ഓക്കെ, എപ്പോഴും ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള മുരിങ്ങയുടെ ഇലയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിനാദ്യമായിട്ട് നമ്മൾ കുറേ പേര്, നിങ്ങൾക്ക് സംശയം കാണും ഇത് ഏതൊക്കെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പൂക്കുന്ന എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് റോസ് ചെടികൾക്ക്, ജമന്തിക്ക്, അതുപോലുള്ള മിക്ക ചെടികൾക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബോൾസം ചെടികൾക്ക് ഒക്കെ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല ഒരു തഴച്ച് വളരുന്നതും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കുറച്ച് മുരിങ്ങയില പറിക്കുക. അതായത് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ സാധാരണ മുരിങ്ങയില നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു 30 ദിവസമെങ്കിലും പ്രായമായിട്ടുള്ള മുരിങ്ങയിലയുടെ ഇല വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇല വന്ന് ഒരു 30 ദിവസം ആയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ഇല പറിക്കാൻ പാടുള്ളൂ. ഇത് റോസ് ചെടികൾക്ക്, അതുപോലെ തക്കാളി, പച്ചക്കറികൾക്കെല്ലാം തന്നെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് 30 ദിവസം പ്രായമായ മുരിങ്ങയുടെ ഇല പറിക്കുക. അതിനുശേഷം മുരിങ്ങയുടെ ഇലയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് അലോവേരയുടെ ജെല്ലൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലല്ല, നമ്മൾ പറിക്കുന്ന അലോവേര നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതിൽ നിന്ന് ഫ്രഷായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന അലോവേര വേണം ഇതിനായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അതായത് അതിൻ്റെ സ്കിന്നോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയില ഏകദേശം ഒരു 30 ദിവസമായ മുരിങ്ങയുടെ ഇല വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുരിങ്ങയുടെ ഇലയൊന്നും ഇതിന് വേണ്ടി ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഒരു പിടി മുരിങ്ങയില മാത്രം മതി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതും അതുപോലെ തന്നെ നമ്മുടെ അലോവേരയും കൂടെ ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അലോവേര കൂടി പറിച്ചെടുക്കാം. ഓക്കെ, അലോവേരയിൽ നിന്ന് നല്ലൊരു തണ്ട് നോക്കി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൂത്ത ഇല നോക്കിയെടുക്കുക. ഇളം ഇലയല്ല ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല മൂത്ത അലോവേര നോക്കി വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണാറുണ്ടോ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളറിലുള്ള ലാറ്റക്സ് പോലുള്ളൊരു സൊല്യൂഷൻ ഇങ്ങനെ ഒഴുകി വരാറുണ്ട്. അത് എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് നല്ലതുപോലെ കളയുക. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊറി അതങ്ങ് പോയിക്കോളും. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കളയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ധാരാളം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ സി, എ, വൈറ്റമിൻ കെ, മാംഗനീസ്, പ്രോട്ടീൻ, കാൽഷ്യം, ഓക്സലേറ്റ്, ഇത് സൈറ്റോകൈൻ ഹോർമോൺസ് എല്ലാം ഇതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഈ ഒരു ഗ്രോത്ത് ഹോർമോണിൻ്റെ അകത്ത് പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള നൈട്രജൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചെടികളെ പൂക്കാൻ വേണ്ടി സഹായിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ലാറ്റക്സ് ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിത് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അലോവേര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ച് എടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ധാരാളം പൊട്ടാഷ്യവും നൈട്രജനും ഉണ്ട്. നൈട്രജനാണ് നമ്മുടെ ചെടികളെ നല്ലതുപോലെ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എലമെൻറ്റ്. ഇത് റോസ് ചെടികൾക്കൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകളുടെ മഞ്ഞളിപ്പും എല്ലാം മാറി ചെടികളിൽ ധാരാളം പൂക്കൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുരിങ്ങയുടെ ഇലയെടുത്ത് ഇടുക. അതായത് ഒരു പിടി മുരിങ്ങയുടെ ഇലയ്ക്കകത്ത് ധാരാളം
അയൺ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഇതുപോലുള്ള എല്ലാ കണ്ടൻറ്റും ഉണ്ട്. അപ്പം നമ്മൾ മുരിങ്ങയുടെ ഇല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അലോവേരയും കൂടെ കട്ട് ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യേണ്ടതാണ്. യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി. അരച്ചെടുത്ത് കഴിയാൻ നേരം അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിന് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെടികളുടെ ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നേരം ഈ സ്പ്രേയറിൻ്റെ വെൻറ്റ് ഒന്നും ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ എടുക്കുക. നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി നേരിട്ട് കൊണ്ടുപോയി ഒരിക്കലും സ്പ്രേ ചെയ്യല്. എപ്പോഴും ഒരു 16 മുതൽ 20 മടങ്ങ് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കിളിച്ചു വരുന്ന ചെടികളാണെങ്കിൽ നിങ്ങൾക്കൊരു 25 മടങ്ങ് വെള്ളമൊക്കെ ചേർത്ത് വേണം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം ചെടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് മുൻപും വൈകിട്ട് 5 മണിക്ക് ശേഷവും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാത്തിനും ഒരേപോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് ഹോർമോണാണ് ഇത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു കെമിക്കൽസും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെയുള്ള വെറും മുരിങ്ങയില മാത്രമാണ്. ജമന്തികളിലൊക്കെ ധാരാളം പൂവ് ഉണ്ടാകാൻ ഇത് വളരെ നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട്സ്. ബൈ.